LDC തിരുവനന്തപുരം എക്സാം അങ്ങനെ നമ്മുടെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കറണ്ട് അഫയർ ടോപ്പിക്സിൽ നിന്നൊക്കെ നമ്മുടെ കറണ്ട് അഫയർ ക്ലാസ്സിൽ നിന്നൊക്കെ മിക്ക ചോദ്യങ്ങളും നമ്മുടെ ക്ലാസ്സിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിവിഷൻ സീരീസ് ക്ലാസ്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഏതൊക്കെ ആണ് ആൻസേഴ്സ് എന്ന് നോക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. പെട്ടെന്ന് കുറേ കൂട്ടുകാരെ ആൻസർ കീ ചോദിച്ചു പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അറിയിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതതിനകത്ത്? വളരെ എളുപ്പമല്ലേ. ചാന്നാർ ലഹള, അതുപോലെ തന്നെ മലബാർ കലാപം, അതുപോലെ തന്നെ അത് കഴിഞ്ഞതാണ് വൈക്കം സത്യാഗ്രഹം, അത് കഴിഞ്ഞാണ് ക്ഷേത്രപ്രവേശനം. നമ്മൾ ഓപ്ഷൻ ബി ആണ് 2, 4, 1, 3. ഇത് ക്വസ്റ്റ്യൻ കോഡ് എ ആണ് കേട്ടോ, OA ആണ്. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ശരിയായവ കണ്ടെത്തുക എന്നാണ്. ശരിയായവ. അപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് നടന്നത് എന്നാണ്? 1921 ഏപ്രിൽ 13 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 1948 ജനുവരി 20 ഗാന്ധിജിക്ക് നേരെ ഒരു വധശ്രമം നടന്നു. അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അതും ശരിയായിട്ടുള്ള. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 4 ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട, അതായത് നാറ്റോയുമായി ബന്ധമില്ലാത്തത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 4, അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് എന്ന് പറയുന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെ ആൻസർ ഓപ്ഷൻ സി 4 മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി എന്നാണ്. അപ്പോൾ നോക്കാം. റോബസ്പിയർ ജാക്കോബിയൻ ക്ലബ്ബ്, അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഏപ്രിൽ തീസിസ് VI ലെനിന്, അതുപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയറിൻ്റെ അല്ല, അതുപോലെ തന്നെ ലോങ് മാർച്ച് മാവോ സേതുങ്. അപ്പോൾ ഇതിൻ്റെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൾ ഖാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശരിയായ പ്രസ്താവനകൾ: അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു, ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1988 ജനുവരി 20 അന്തരിച്ചു. 1988 ജനുവരി 20 അന്തരിച്ചു. അതുപോലെ തന്നെ 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത്ത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചു. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം എന്നാണ് ആൻസർ വരുന്നത്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പെട്ടെന്ന് പറഞ്ഞു പോകാം. 1, 3, 4 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ പറയാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശരിയാണ്, അതും തെറ്റായിട്ടുള്ളതല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. 1, 3 തെറ്റായിട്ടുള്ള പ്രസ്താവനകളായിട്ട് വരുന്നത്. 7ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എട്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അഗുൾഹാസ് പ്രഭാവം. അടുത്ത, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അതുപോലെ തന്നെ സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ളതാണ്. ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദാണോ? അത് തെറ്റല്ലേ. ഗാന്ധിനഗർ അല്ലേ വരുന്നത്. അപ്പോൾ പിന്നെ ഓപ്ഷൻ നോക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ 1, 4. അടുത്തത്, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി ഹാരിക്കെയിൻ ആണ്. അതുപോലെ തന്നെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത്? നമ്മൾ മിനിഞ്ഞാന്ന് റിവിഷൻ ക്ലാസ്സിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. NW3, അതായത് നാഷണൽ വാട്ടർവേസ് 3, ദേശീയ ജലപാത 3 കേട്ടോ. ഓപ്ഷൻ സി. അതുപോലെ തന്നെ 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി, സൗദി അറേബ്യ. നമ്മൾ പ്രധാനപ്പെട്ട ദിനങ്ങൾ, പ്രമേയങ്ങൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് സൗദി അറേബ്യ. അതിൻ്റെ പ്രമേയം നമ്മൾ പറഞ്ഞതാണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. അപ്പം ആ ക്ലാസ്സിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപ്പന്നത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു, ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു, അതും ശരിയായിട്ടുള്ളതാണ്. അടുത്തത്, 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് കേട്ടോ.
അതായത് പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്, പ്രസ്താവന 4 ശരിയല്ല കേട്ടോ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത 14ാമത്തെ ചോദ്യം, നെല്ല്, ഗോതമ്പ്, നെല്ല്, ചോളം, പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന നാല് ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ കാലഗണനാ ക്രമം എഴുതുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ ഞാൻ പറയാം. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് 1B, അതായത് ഒന്ന് നെല്ല് സ്ഥാനമാണ് വരുന്നത്. ഒന്നാം സ്ഥാനം നെല്ല്, രണ്ടാം സ്ഥാനം ഗോതമ്പ്, രണ്ടാം സ്ഥാനം ഗോതമ്പ്, മൂന്നാം സ്ഥാനം ചോളം, നാലാം സ്ഥാനം പയറുവർഗ്ഗങ്ങളുമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അപ്പോൾ നോക്കാം. പ്രസ്താവന 1 എന്താ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രസ്താവന 2 എന്താണ്? 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ സാധിച്ചു. നമ്മളുടെ ഇന്നലത്തെ റിവിഷൻ ക്ലാസ്, ഇന്നലെ ഇട്ട റിവിഷൻ ക്ലാസ്, ഇന്നലെ രാവിലെ നമ്മൾ കറണ്ട് അഫെയർ മെഗാ റിവിഷൻ ഇട്ടില്ലേ, ആ ക്ലാസ്സിൽ നമ്മൾ റിപ്പോ റേറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. 2024 ഏപ്രിൽ മാസത്തിലെ റിപ്പോ റേറ്റ് എത്രയാണ്? 6.5% എന്നൊക്കെ നമ്മൾ പറഞ്ഞു, 50 എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. പ്രസ്താവനകൾ 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം രൂപപ്പെടുത്തുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് ആസൂത്രണ കമ്മീഷൻ്റെ രൂപീകരണം, അതുപോലെ തന്നെ ഭൂപരിഷ്കരണം, ബാങ്ക് ദേശസാൽക്കരണം, 500, 1000 നോട്ടുകളുടെ നിരോധനം. അപ്പം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2, 4, 1, 3 കേട്ടോ. അടുത്തത്, നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ പ്രസ്താവന 1 എന്താണ്? സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്താവന 2, രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12ാം പഞ്ചവത്സര പദ്ധതികളുടെ രാജ്യത്ത് നടപ്പിലാക്കി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. പ്രസ്താവനകൾ 1, 2 ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ വിശദീകരണമാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും ഇനിഷ്യേറ്റീവ്സും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സംരംഭം എന്താണ്? അടൽ ഇന്നൊവേഷൻ മിഷൻ എന്താണ്? സംരംഭത്വം, അതുപോലെ തന്നെ നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മെഥനോൾ സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണ ഇറക്കുമതി ബില്ല് ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹകരണ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അതുപോലെ തന്നെ ശൂന്യ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1B, 2C, 3D, 4A. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ, 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുമെന്നാണ്. ശരിയായ പ്രസ്താവനകൾ ഞാൻ ആൻസർ അങ്ങ് പറയാം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2, 3 ഇവിടെ ശരിയായിട്ടുള്ളത്. അതായത് 2 ഏതാണ്? ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളമായി സംയോജിപ്പിക്കുക. അതുപോലെ തന്നെ 3ാമത്തെ ഏതാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. അപ്പോൾ പ്രസ്താവനകൾ 2, 3 ശരിയാണ്. പ്രസ്താവനകൾ 1, 4 ശരിയല്ല എന്നാണ്. അപ്പോൾ 19ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റിനെ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്ത് ഇടുന്നതാണ് കേട്ടോ. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായി ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായിട്ട് വരുന്നു. അതുപോലെ തന്നെ എന്താണ്? ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി, അതല്ല. അതുപോലെ തന്നെ 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ശരിയാണ്. 1946 ആഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചത്. അത് തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 1, 3 ശരിയായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 21, സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതൊക്കെയാണ്? ഇതിനകത്ത് ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ, സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു. തെറ്റായിട്ടുള്ളതാണ്. 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. അത് ശരിയായിട്ടുള്ളതാണ്. 1989 62ാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. അത് തെറ്റാണ്. 61 ആണ്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? 21ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സംസ്ഥാന പട്ടികകളുടെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലെയോ കൺകറന്റ് ലിസ്റ്റിലെയോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. ശരിയായിട്ടുള്ളതാണ്. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നത് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട്. അങ്ങനെ ഒരു അധികാരമില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 2ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. 22ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം. 23 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവനകളാണ്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർ ചെയർമാൻ ശരിയായിട്ടുള്ളതാണ്. മുൻ സുപ്രീം കോടതി ജഡ്ജി അതുപോലെ തന്നെ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർക്ക് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു. അത് തെറ്റായിട്ടുള്ളതാണ്. മനുഷ്യാവകാശ കമ്മീഷനുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. അപ്പോൾ അത് ശരിയാണോ? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1ഉം 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അടുത്തത് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാരെന്നാണ്. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ സി 1ആണ് ശരിയായിട്ട് വരുന്നത്. മൻസുഖ് മാണ്ഡവ്യ. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് മൻസുഖ് മാണ്ഡവ്യ. മൻസുഖ് മാണ്ഡവ്യയാണ് തൊഴിൽ വകുപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നത്. തൊഴിൽ വകുപ്പ്, യുവജനക്ഷേമം, കായികം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് നമ്മൾ പഠിച്ചത്? ജോലി ഉണ്ടെങ്കിലും നമുക്ക് മനസ്സുഖം കിട്ടത്തുള്ളൂ. ജോലി വേണ്ടതാർക്കാ? യുവജനങ്ങളാണ് കായിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതെല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. 24ൻ്റെ ആൻസർ ഓപ്ഷൻ സി 1ആണ്. മൻസുഖ് മാണ്ഡവ്യയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന 15ാമത്തെ പ്രസിഡൻ്റാണ്. അതറിയാമല്ലോ, 15ാമത്തെ പ്രസിഡന്റ് നമ്മുടെ ദ്രൗപദി മുർമു. അതുപോലെ തന്നെ 14 അല്ല, തെറ്റാണ്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ശരിയാണ്. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. 26ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഫത്തഖ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ഏത് രാജ്യത്തെയാണ്? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ എടുത്തതാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട കൂട്ടുകാർക്കെല്ലാം ആൻസർ കിട്ടി കാണുമെന്ന് തോന്നുന്നു. 26ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 1ആണ്. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിലെ പ്രസിഡന്റ് ആയിരുന്നു അബ്ദുൾ ഫത്തഖ് അൽ സിസി കേട്ടോ. അടുത്തത് സ്നേഹസ്വാന്തനം പദ്ധതി ആർക്കാണ് നൽകുന്നത്? നമ്മളിതെല്ലാം കേരളത്തിലെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് തന്നെയാണ് സ്നേഹസ്വാന്തനം. നമ്മളന്ന് പറഞ്ഞിരുന്നു സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ്. ഓപ്ഷൻ എ ആണ്. 1ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് 27ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന എന്നാണ്. അപ്പം ഏതാണ്? ഏറ്റവും യോജിക്കുന്നത് പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദം പ്രാധാന്യം നൽകി പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം. അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പോക്സോ നിയമത്തിലെ 27ാം വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കണം. ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പോക്സോ കേസുകളിൽ കുട്ടികളുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ പറഞ്ഞതാണ് യൂണിഫോമിട്ടൊന്നും പോകരുതെന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർക്ക് ഔദ്യോഗിക വേഷത്തിലായിരിക്കണം. അപ്പോൾ ഇതാണ് തെറ്റ്. അപ്പോൾ 1, 3 ഇവിടെ 1, 2, 3 ശരിയാണ്. 1, 2, 3 ആണ് ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? വാത്സല്യ നിധി പദ്ധതി ആൻസർ പറഞ്ഞു പോവാം. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യ പദ്ധതി. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. OBC വിഭാഗങ്ങൾക്കല്ല, പട്ടികജാതിയാണ് വരുന്നത്. അപ്പോൾ അതല്ല. അതുപോലെ തന്നെ പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. 30ാമത്തെ ചോദ്യം. വിദ്യാജ്യോതി നമ്മൾ പഠിച്ചാണ്. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവർ ഏറ്റവും അനുയോജ്യമായത് ഏതെന്നാണ് ചോദിക്കുന്നത്. വിദ്യാജ്യോതി പദ്ധതി എന്താണ്? കേരള സാമൂഹ്യ നീതി വകുപ്പ് സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. വിദ്യാജ്യോതി എന്താണ്? നമ്മൾ പഠിച്ചാണ്. ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പദ്ധതി, സാമൂഹ്യക്ഷേമ പദ്ധതികൾ നമ്മളത്
വിദ്യാജ്യോതി പദ്ധതി എന്താണ്? ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതാണ്. സോറി, നമ്മൾ പഠിച്ചതാണ് വിഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അടുത്തത് കേരളത്തിൽ 31ാമത്തെ ചോദ്യം. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? എം ഷാജർ അല്ലേ? നമ്മൾ കേരളം പദവികളിൽ പഠിച്ചാണ്. ഓപ്ഷൻ എ 2 ആണ് ശരി കേട്ടോ. അതുപോലെ തന്നെ 32ാമത്തെ ചോദ്യം. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നമ്മൾ പഠിച്ചതാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി രാജിവെച്ചു. പക്ഷേ പുതിയ ആൾ വരുന്നതിന് വരേക്കും ആരായിരിക്കും നിലവിലേത്? മുഹമ്മദ് മുസ്താഖാണ്. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. മുഹമ്മദ് മുസ്താഖാണ്. അടുത്ത ആൾ മുഹമ്മദ് മുസ്താഖാണ് ഇപ്പോൾ ആക്ടിംഗ് ആയിട്ട് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് നിതിൻ ജാംദാർ. അദ്ദേഹം പദവി ഏറ്റെടുത്തില്ല. അപ്പോൾ അടുത്ത ചീഫ് ജസ്റ്റിസ് എന്തായാലും നിതിൻ ജാംദാർ ആയിരിക്കും കേട്ടോ. ഇനി വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ അങ്ങനെ ആയിരിക്കും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പുമായി സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന. വെള്ള നിറം മുന്നറിയിപ്പില്ലാതെ മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. അത് ശരിയാണ്. വെള്ള നിറം എന്താണ്? മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നതാണ് വെള്ള നിറം. പച്ച നിറം എന്താണ്? മുന്നറിയിപ്പുണ്ടെന്നും വലിയ തോതിൽ മഴയുണ്ടെന്നും സൂചിപ്പിക്കും. തെറ്റല്ലേ? പച്ച നിറമല്ലല്ലോ. മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുക. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കേണ്ടതും മഴയ്ക്ക് സാധ്യത ഇല്ല എന്നും സൂചിപ്പിക്കുന്നത്. അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. 34ാമത്തെ ചോദ്യം. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ടെൻഡൻ ആണ്. നമ്മൾ റിവിഷൻ ക്ലാസ്സിലെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പം ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്നതാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ്. ഏതാണ്? ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി റിസർവുകളാണ്. കമ്മ്യൂണിറ്റി റിസർവുകൾ. അടുത്തത് 36ാമത്തെ ചോദ്യം. ദ്രാവകാവസ്ഥയിലുള്ള യോജകലയ്ക്ക് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ ഡി രക്തമാണ്. 37. മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമുണ്ടാക്കുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അതേതാണ്? ആൻസർ ഓപ്ഷൻ ബി കരള. ഈ ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ റിവിഷൻ ക്ലാസ് ചെയ്തതാണ്. കണ്ട കൂട്ടുകാർക്ക് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആക്രോമെഗാലിയാണ്. ആക്രോമെഗാലി. അതുപോലെ തന്നെ 39. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലൂടെ സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻസ് എ ആണ്. ലൈസോസൈമാണ്. നമ്മൾ പഠിച്ചതാണ്. 40ാമത്തെ ചോദ്യം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഇതാണ്. ആൻസർ ഓപ്ഷൻ ബി മിഠായി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ആരോഗ്യക്ഷേമ പദ്ധതികളിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. പ്രമേഹം എന്താണ്? കുട്ടികളാണ് മിഠായി കഴിക്കുന്നത്. കുട്ടികൾക്കപ്പം പ്രമേഹം കൂടും. പ്രമേഹം ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുട്ടികളായതുകൊണ്ട് മിഠായി ആണെന്നൊക്കെ നമ്മൾ പഠിച്ചാണ് യൂട്യൂബ് ക്ലാസ്സിൽ. അപ്പോൾ 40ൻ്റെ ആൻസർ ഓപ്ഷൻ ബി മിഠായി പദ്ധതിയാണ്. 41. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സൗദി അറേബ്യ. അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 42. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്തിരുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും എന്നാണ്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2 ഗ്രാം. 2 ജൂളാണ്. 2J ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഓപ്ഷൻ സി ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 43ാമത്തെ ക്വസ്റ്റ്യൻ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അപവർത്തനമാണ്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് റിവിഷൻ ക്ലാസ്സിൽ. അതുപോലെ തന്നെ ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആഗസ്റ്റ് 23. നമ്മൾ പഠിച്ചതാണ്. ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ്. ഇതെല്ലാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ 46. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആദിത്യ L1. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ 47. രാജകീയ ദ്രാവകീയം, അതായത് അക്വാറീജിയ. നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ എടുത്തു പറഞ്ഞിരുന്നു. ഇത് അക്വാറീജിയെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വരും എന്ന് പറഞ്ഞിരുന്നതാണ്. നമ്മൾ ഇത് അക്വാറീജിയുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റിൽ നമ്മൾ പഠിച്ചാണ്. നൈട്രോ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3 ആയിട്ട് അതിൻ്റെ ഇത് തമ്മിലുള്ള റേഷ്യോ അങ്ങനെയാണെന്നൊക്കെ നമ്മൾ എടുത്തെടുത്ത് പഠിച്ചാണ്. അക്വാറീജിയുടെ ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചാണ്. ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? 47 രാജദ്രാവകം എന്നല്ല, രാജകീയ ദ്രാവകം എന്നാണ് അക്വാറീജിയ. എന്നാൽ എന്തെന്നാണ്? നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ 1:3 ആണ് അതിൻ്റെ വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ 48. ഇന്ത്യയിലെ 0 കാർബണായ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സാഞ്ചിയാണ്. ഇന്ത്യയിൽ ആദ്യം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ
താഴെ പറയുന്നതിൽ യഥാർത്ഥ ലായനി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സോഡിയം അമാൽഗമാണ്. സോഡിയം അമാൽഗം. അടുത്തത് 50ാമത്തെ ചോദ്യം. താഴെ പറയുന്നത് സിങ്ക് ബ്ലെൻഡ് എന്താ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി സിങ്ക് സൾഫൈഡ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അടുത്തത് 51ാമത്തെ ചോദ്യം. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ് ആണ്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിലിട്ടാണ്. ക്വാണ്ടം ഡോട്ട്സ് ആണ്. 52ാമത്തെ ചോദ്യം. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ആൻസർ ഓപ്ഷൻ ഡി ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. 53 കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ആൻസർ ഓപ്ഷൻ സി സർക്കസ് ആണ്. 54 തിക്കൊടിയൻ എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ എ കുഞ്ഞനന്ദൻ നായരാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ 55 പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ബാക്കിയാം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ ഏത് കൃതിയിലെ വരികളാണിത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി മുഹിയുദ്ദീൻ മാലയാണ്. അടുത്തത് 56 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിൻ്റെ രചന ചെയ്ത്? വളരെ സിമ്പിൾ. ഓപ്ഷൻ ബി ഒരു ദേശത്തിൻ്റെ കഥ കേട്ടോ. 57 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആർ പ്രഗ്യാനന്ദയാണ്. അതുപോലെ തന്നെ 58ാമത്തെ ചോദ്യം. മൺസൂൺ ക്രോക്സ് ബയോപ്റ്റിക്സിൻ്റെ 2024 പദ്ധതി നടപ്പിലാക്കുന്ന ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കേരള വനഗവേഷണ കേന്ദ്രമാണ്. അടുത്തത് 59 ബൈറ്റ് കിലോബൈറ്റ് മെഗാബൈറ്റ് ഡാഷ് ടെറാബൈറ്റ്. അപ്പോൾ ഏതാണ്? GB അല്ലേ വരുന്നത്? GB എന്താണ്? ജിഗാബൈറ്റ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ജിഗാബൈറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 60ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറുകളും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. അതുണ്ടാക്കിയ കമ്പനി മൈക്രോസോഫ്റ്റ് എഡ്ജ് ശരിയല്ലേ? മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജ്. ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റിൻ്റെ ആണോ? അല്ലല്ലോ. ഫോട്ടോഷോപ്പ് അഡോബിൻ്റെ അല്ലേ? മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ മാക്കിലല്ലേ മാക്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഗൂഗിൾ. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ അത് ഉണ്ടാക്കിയ കമ്പനി ആൻഡ്രോയിഡ് ഗൂഗിൾ ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ 1, 3, 4 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ശരിയായിട്ട് വരുന്നത്. 61 കൂട്ടത്തിൽ ചേരാത്ത ഏത്? വളരെ എളുപ്പം. ലാന് വാന് മാന്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ക്യാൻ ആണ് ആൻസറായിട്ട് വരുന്നത്, കൂട്ടത്തിൽ ചേരാത്തത്. അത് 62 താഴെ പറയുന്നതിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. വളരെ എളുപ്പമാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതെല്ലാം മെറ്റയുടെയാണ്. ഓപ്ഷൻ ബി ടെലഗ്രാമാണ് ആൻസറായിട്ട് വരുന്നത്. 63 ഡീപ്പ് ഫേക്ക്. ഇതെല്ലാം നമ്മൾ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ റിവിഷൻ ക്ലാസ്സിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 64ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം 2005 പ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്ന ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാനത്തിലെ ഗവർണർ. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാണ് കേരള ഭരണരംഗവുമായിട്ട് ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ്സിൽ. അതിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെ പ്രീവിയസ് ആണ്. 65 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഏതാണ്? അപ്പോൾ അതിൻ്റെ ഏതാണ്? ഓപ്ഷൻ എ നിസ്വാർത്ഥ സേവനങ്ങളാണ്. 66 ഇവയിൽ ഏതാണ് വർഗ്ഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനം അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടന. അപ്പോൾ അല്ലാത്തത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. പട്ടികവർഗ്ഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണം സംബന്ധിച്ച് നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക എന്നുള്ളതാണ് അല്ലാത്തതായിട്ട് വരുന്നത്. 67ാം ചോദ്യം. ഗാർഹിക ആക്രമണത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മളത് പഠിച്ചാണ്. നമ്മളേതാണ്? ഗാർഹിക പീഡന സുപ്രധാന നിയമങ്ങൾ പഠിച്ചാണ്. മാനസികവും ശാരീരികമായ പരാതിക്കാരിയെ ആളിനെ ഉപദ്രവിക്കുക, അതുപോലെ തന്നെ സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം. അപ്പോൾ ഇതെല്ലാം വരുന്നതാണ്. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. അടുത്തത് ഇത് കണ്ടത് ഇതേ സെയിം ചെയ്തത് തന്നെ പ്രീവിയസ് ആണ്. 68 വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 2012 ആണ്. ഓപ്ഷൻ എ 2012. 69 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. അതുപോലെ തന്നെ 70ാമത്തെ ചോദ്യം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ. ഓപ്ഷൻ എ രേഖാ ശർമ്മ. ഇന്ത്യൻ പദവികൾ എന്ന ടോപ്പിക്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇതിൽ പഠിച്ചതാണ്. ഇനി മാത്സ് ആണ്. മാത്സ് ഞാൻ പെട്ടെന്ന് പപറഞ്ഞു പോകാം. 71ാമത്തെ ചോദ്യം. 840 രൂപ വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 15%. 72ാമത്തെ ചോദ്യം. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ എ 138 ആണ്. 73ാം ചോദ്യം. ഒരു ടാങ്ക് നിറയ്ക്കാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയ്ക്കുവാൻ എത്ര സമയം വേണ്ടിവരുമെന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 2 മണിക്കൂർ 15 മിനിറ്റ് ആണ്. അതുപോലെ തന്നെ 74ാം ചോദ്യം. തന്നിരിക്കുന്ന സമവാക്യങ്ങളിലെ കെയുടെ വില എത്രയാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 1 വരുന്നത്. 75ാമത്തെ ചോദ്യം. എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും
കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? ആൻസർ ഓപ്ഷൻ സി 30 ദിവസമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് 76 ചോദ്യം മെൻ്റൽ എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റയാനെ കണ്ടെത്തുമെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇതെല്ലാം തമ്മിൽ കൂട്ടി നോക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതും എല്ലാം കൂട്ടി നോക്കുമ്പോൾ ഇത് മൂന്നും കൂട്ടി നോക്കുമ്പോൾ 17 സംതിങ് ആണ് വരുന്നത്. ഇത് 16 സംതിങ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 76ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 34 ആണ് വരുന്നത്. അതുപോലെ തന്നെ 77ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ബി തെക്കാണ് വരുന്നത്. ഓർത്ത് വെച്ചാൽ 78ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ZRUOG ആണ് വരുന്നത്. 79ൻ്റെ ആൻസർ ഓപ്ഷൻ എ 19 ആണ് വരുന്നത്. 80ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 17 ആണ് വരുന്നത്. ഇനി ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷ് നോക്കാം. 81ാമത്തെ ചോദ്യം ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ഹാസ് ആണ് വരുന്നത്. ഹാസ് അറൈവ്ഡ് എന്നാണ്. അതിൽ 82ാമത്തെ ചോദ്യം ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. അതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ പഠിച്ചതാണ്. എന്താണ് ലെറ്റ് വരുമ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? ഷാൾ വി. ഓപ്ഷൻ സി ഷാൾ വി ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ 83 ചേഞ്ച് ഇൻറ്റു ഇൻഡയറക്റ്റ് സ്പീച്ച്. നമ്മൾ റിവിഷൻ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ഹി സെയ്സ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. അപ്പോൾ എന്താണ് വരുന്നത്? ഹി സെയ്സ് ദാറ്റ് ഹി ആയി മാറും. ഹി ഈസ് പ്രസൻ്റ് ആണ്. ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 84ാമത്തെ ചോദ്യം ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ എന്ന് വെച്ചത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഹെൽപ്പ് എന്നാണ്. വുഡ് ഹാവ് ഹെൽപ്ഡ് എന്ന് വരില്ല. വുഡ് ഹെൽപ്പ് എന്നാണ് വരുന്നത്. വുഡ് ഹെൽപ്പ് ദ പുവർ എന്നാണ് വരുന്നത്. അതിൻ്റെ ആൻസർ 85 വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഡോൾ ബിലോങ് എന്താണ് ചെയ്യുന്നത്? ബിലോങ്സ് ടു അല്ലേ വരുന്നത്. ഓപ്ഷൻ ബി ബിലോങ്സ് ടു ദ ചൈൽഡ്. അടുത്തത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇതായിരിക്കും മിക്കവാറും ഉള്ളവർക്ക് കൺഫ്യൂഷനായി കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പ്രോപ്പെരിറ്റി എന്നാണ് വരുന്നത്. അപ്പം അടുത്തത് 87 ദ ഇഡിയം ഓഫ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് വരുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. 88 ഇത് നമ്മൾ പറഞ്ഞതാണ്. ജെൻഡറിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ദ ഡാഷ് ഓഫ് വോൾസ് ഹോൾഡ് അറ്റ് ദ മൂൺ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ പാക്ക് ആണ്. പാക്ക് ഓഫ് വോൾസ്. ഓപ്ഷൻ എ ഇതൊക്കെ പ്രീവിയസ് ആണ്. പാക്ക് ഓഫ് വോൾസ്. അതുപോലെ തന്നെ 89 ഐഡൻറ്റിഫൈ ദ സിനോണിം ഓഫ് അമെൻമെൻറ്റ്. അമെൻമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഭരണഘടനയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഭേദഗതി ചെയ്യുമെന്നല്ലേ അർത്ഥം. അപ്പോൾ ഭേദഗതി ചെയ്യുമെന്ന് പറയുമ്പോൾ ചേഞ്ച് ചെയ്യുമെന്നൊക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വെച്ച് നിങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ട മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുമല്ലേ. ഓപ്ഷൻ വെച്ച് തന്നെ കിട്ടും. ഓപ്ഷൻ സി മോഡിഫിക്കേഷൻ ആണ്. അടുത്തത് 90ാമത്തെ എന്താണ്? ഐഡൻറ്റിഫൈ ദ അനോണിം ഓഫ് ഡെഫിസിറ്റിൻ്റെ അനോണിം എന്താണ്? ഓപ്ഷൻ ബി സർപ്ലസ് ആണ്. അടുത്ത ഇനി മലയാളമാണ്. മലയാളം അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഏതാണ്? 91. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സന്തതി ഇല്ലാത്തവനാണ്. അതുപോലെ തന്നെ 92 താഴെ പറയുന്നവൽ ശരിയായ പദം. നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ എത്ര ക്വസ്റ്റ്യൻസ് കവയിത്രിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ആ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കവയിത്രി എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 93ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സല്ലിംഗ ബഹുവചനം ഏത്? അടുത്തത് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം. നമ്മൾ എന്താണ് റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ സല്ലിംഗ ബഹുവചനം, പുല്ലിംഗ ബഹുവചനം, അതുപോലെ പൂജക ബഹുവചനം ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി സല്ലിംഗ ബഹുവചനം എന്താണ്? ഒരു ലിംഗവുമായിട്ട് ചേർന്നല്ലേ. അപ്പോൾ പുരുഷന്മാരാണ് വരുന്നത്. മിടുക്കരെ, ശൂദ്രര്, അധ്യാപകർ ഇതൊന്നും സല്ലിംഗ ബഹുവചനത്തിൽ വരുന്നതല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പുരുഷന്മാർ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ 94ാമത്തെ ചോദ്യം ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. PSCയുടെ സ്ഥിര റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ശ്ലോകത്തിൽ കഴിക്കുക. എന്താണ്? ഓപ്ഷൻ ബി ചുരുക്കി പറയുക എന്നാണ്. അടുത്തത് 95ാമത്തെ ക്വസ്റ്റ്യൻ പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുക. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പിഞ്ഞാണത്തിൻ്റെ വർണ്ണമാണ്. പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. അടുത്തത് പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു എക്സ്റ്റിങ്വിഷൻ എന്നല്ലേ വരുന്നത്. 96ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ അണയ്ക്കുക എന്നാണ്. അതുപോലെ തന്നെ 97ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നത് ദ്രൗണി ആരാണ്? ഓപ്ഷൻ ബി അശ്വത്ഥാമാവാണ്. അതുപോലെ തന്നെ 98ാമത്തെ ചോദ്യം ചിമ്മുദ്ര എന്ന പദത്തിന് തിരിച്ചെഴുതുക. അതിൻ്റെ ആൻസർ ചിത്മുദ്രയാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അതുപോലെ 99 സ്ഥിരമായിട്ട് PSC റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആര്? ആൻസർ എ ആണ്. ഓപ്ഷൻ എ AR രാജരാജവർമ്മ. അതുപോലെ തന്നെ 100ാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ വിശ്വസ്തനാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ LDC തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിനകത്ത് നമുക്ക് വളരെ സന്തോഷം തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നിന്നൊക്കെ കമ്പ്യൂട്ടർ, ഫിസിക്സ്, ബയോളജി അതുപോലെ തന്നെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മലയാളം ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. കറണ്ട് അഫെയർ ഒട്ടുമിക്ക ഏകദേശം എത്രയാണ്? 95% ചോദ്യങ്ങളും
നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂട്യൂബ് ക്ലാസ്സിൽ അതുപോലെ തന്നെ നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് എടുക്കുന്ന കൂട്ടുകാർക്കെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമ്മൾ ടെലഗ്രാമിൽ നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ടല്ലോ, കറണ്ട് അഫെയർ ക്രാഷ് കോഴ്സ്. അതിനകത്തൊക്കെ പങ്കെടുത്ത കൂട്ടുകാർക്ക് എല്ലാ ആൻസേഴ്സും കിട്ടി, കറണ്ട് അഫെയർ ടോപ്പിക്കിലെ എല്ലാം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് കൊണ്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. എബോവ് ആവറേജ് പ്ലസ് ഉള്ള എക്സാം ആയിരുന്നു. അപ്പോൾ കട്ട് ഓഫിൻ്റെ കാര്യമൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം. എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞിട്ടൊരു പോൾ ഇടാമേ, എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു പോള്. ആ പോള് നിങ്ങൾ മാക്സിമം ഒന്ന് പോൾ ഇടുക, അപ്പോൾ അറിയാമല്ലോ ബാക്കി എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. പൊതുവേ ഇത് എളുപ്പമുള്ളൊരു എക്സാം ആയിരുന്നു കേട്ടോ. മലയാളമായിട്ട് മാത്സ് ഞാൻ വിചാരിച്ചു കഴിഞ്ഞ വട്ടത്തെ LDCയുടെ കൂട്ട് മാത്സ് ഒക്കെ ഭയങ്കര ടഫായിരിക്കുന്നു. പക്ഷേ മാത്സ് ഒക്കെ വളരെ ലിബറലായിട്ടാണ് ചോദിച്ചത്. ഇംഗ്ലീഷും കുഴപ്പമില്ലായിരുന്നു, മലയാളം കുഴപ്പമില്ലായിരുന്നു, കറണ്ട് അഫെയർ വളരെ സിമ്പിളായിട്ടാണ് ചോദിച്ചത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ എക്കണോമിക്സ് പാട്ടൊക്കെയാണ് ഇച്ചിരി ടഫായിട്ട് വന്നത്. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വന്നത് എക്കണോമിക്സ്, പിന്നെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്, പിന്നെ നമ്മുടെ സുപ്രധാന നിയമങ്ങൾ. പക്ഷേ സുപ്രധാന നിയമങ്ങളിലെ ചില ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിളായിരുന്നു കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. എന്തായാലും ഒരു 50-60 മാർക്കിനൊക്കെ മേളിൽ സുഖമായിട്ട് മേടിക്കാൻ കഴിയുന്ന എക്സാമാണ്. പക്ഷേ ഇതിൻ്റെ കട്ട് ഓഫ് ഓൾറെഡി തിരുവനന്തപുരം ജില്ലയാണ്, അപ്പം കട്ട് ഓഫ് കൂടാനാണ് ചാൻസ് കൂടുതൽ. എക്സാം കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ വളരെ എഫേർട്ട് എടുത്ത് ചെയ്തതിനൊക്കെ ഫലമായിട്ട് വന്നിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഓരോ നമ്മൾ റിപ്പബ്ലിക് ദിനാഘോഷം ആയിക്കോട്ടെ, ഇന്ത്യൻ പദവികളായിക്കോട്ടെ, ആരോഗ്യക്ഷേമ പദ്ധതികളായിക്കോട്ടെ, സാമൂഹ്യക്ഷേമ പദ്ധതികളായിക്കോട്ടെ, ആദിത്യ L1 ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കറക്റ്റ് PDF നമ്മൾ ടൈപ്പ് ചെയ്ത് എഫേർട്ട് എടുത്ത് ചെയ്ത ക്ലാസ്സിനെല്ലാം വളരെ സന്തോഷമുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം വന്നത് വളരെ സന്തോഷമുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ലിങ്ക് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസിലൊക്കെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ആൻസർ കീ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇടുന്നതാണേ കേട്ടോ. അപ്പം പോളിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യണം. വളരെ സന്തോഷമാണ് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഓൾ.